Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ ആയിരിക്കുകയാണ്. സോ തേർഡ് സെമസ്റ്ററിലാണ് നിങ്ങളെ സ്പെഷ്യലൈസേഷൻ ഏതാണെന്നുള്ളത് തീരുമാനിച്ച് അതിൻ്റെ ബേസിലുള്ള പേപ്പേഴ്സ് പഠിക്കണ്ടേ. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക. എങ്കിലും തേർഡ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഫിനാൻസ് വേണോ മാർക്കറ്റിംഗ് വേണോ, ഏത് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്, ഫ്യൂച്ചറിൽ നമുക്ക് ബെനഫിറ്റ് നൽകുന്ന ഏതാണ്, സ്കോപ്പ് ഉള്ളത് ഏതാണ്. സോ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അസൈൻമെൻറ്റ് സപ്പോർട്ടും അവൈലബിൾ ആണ്. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. നമ്പർ 1 ഫിനാൻസ്, നമ്പർ 2 മാർക്കറ്റിംഗ്. ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. തേർഡ് സെമസ്റ്ററിലെ 2 പേപ്പേഴ്സ്, ഫോർത്ത് സെമസ്റ്ററിലെ 2 പേപ്പേഴ്സ്, ഈ 2 പേപ്പേഴ്സിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഏറ്റവും സ്കോപ്പ് ഉള്ളത് നിസ്സംശയം പറയാം ഫിനാൻസ് തന്നെയാണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ടീച്ചിങ് ഫീൽഡിലോട്ട് നോക്കുന്നുണ്ട്, അതുമാത്രമല്ല പല ജോബുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട പേപ്പേഴ്സൊക്കെ ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് വരുന്നത് അതിനുള്ള സ്കോപ്പ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏറ്റവും ഗുണം നൽകുന്നത് നമ്പർ 1 കോമ്പറ്റീറ്റീവ് എക്സാംസ്, അതിപ്പോൾ PSC എക്സാം ആവട്ടെ, സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആവട്ടെ, നെറ്റ് എക്സാം ആവട്ടെ, ഏതിനാവട്ടെ, ജോബിൻ്റെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് ഫിനാൻസാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അത് മാത്രമല്ല മാർക്കറ്റിങ്ങിൽ വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, ഇത് നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് പേപ്പേഴ്സ്. ആദ്യം ഡിസിപ്ലിൻ കോർ കോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആദ്യത്തെ തേർഡിൽ, പിന്നെ ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇത് രണ്ടും എല്ലാ കുട്ടികളും പഠിക്കേണ്ടതാണ്. സ്പെഷ്യലൈസേഷൻ ഏതാണെങ്കിലും പഠിക്കണം. ഇനി ഇലക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. ഫിനാൻസ് എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് പഠിക്കേണ്ടത്, പ്രോബ്ലം പേപ്പർ. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇല്ലാത്ത ഇപ്പം അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന PSCയുടെ ഒരു പോസ്റ്റ് ആവട്ടെ, അതല്ലെങ്കിൽ UPSCയുടെ നിങ്ങളിപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മെയിൻസ് എടുക്കുകയാണെങ്കിൽ അതിലാവട്ടെ, ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനും കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഇല്ലാണ്ട് കോമേഴ്സുകാർക്ക് ഒന്നുമില്ല. അപ്പോൾ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തൊരു കുട്ടിക്ക് മാത്രമേ ഇതിൻ്റെ ഒരു നോളേജ് ഉണ്ടാവുള്ളൂ. കാലിക്കറ്റിലാവട്ടെ, ഇതിനേക്കാൾ മറ്റുള്ള പല യൂണിവേഴ്സിറ്റീസിലും ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പേപ്പറൊക്കെ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലായിട്ട് കുട്ടികൾ പഠിക്കുന്ന, അതെല്ലാവരും പഠിക്കുന്ന പേപ്പറായിരുന്നു. ഇവിടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ അത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്കുള്ള ഒരു പേപ്പറാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഫിനാൻസ് എടുത്താൽ മാത്രമേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇതിനെ കുറച്ച് മാർക്കറ്റിങ്ങിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. ആക്ച്വലി ഇത് ഒരു സ്ഥലത്തും നമ്മൾ എന്താ പറയുക അങ്ങനെ വലിയ കാര്യം കണ്ടിട്ടില്ല. പിന്നെ നെക്സ്റ്റ് കണ്ടോ, ഫിനാൻസ് സ്പെഷ്യലൈസ് ഉള്ള കുട്ടികൾ പഠിക്കേണ്ടതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഏത് എക്സാം എടുത്താലും ഇപ്പോൾ നിങ്ങളിപ്പോൾ PSCയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇതൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ഫിനാൻസിനാണ് സ്കോപ്പ് എന്നുള്ളത്. മാർക്കറ്റിങ്ങിൽ സർവീസ് ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ. ഇതാണ് തേർഡ് സെമസ്റ്ററിൽ. ഫോർത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് കാണാം. അതിൽ കോർ പേപ്പർ വരുന്ന മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കും പിന്നെ GST ആണ്. ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് കണ്ടോ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM. ഈ ഒരു സബ്ജക്റ്റില്ലാത്ത കോമ്പറ്റീറ്റീവ് എക്സാംസ് ഇല്ല. മാർക്കറ്റിങ്ങിൽ ഇൻറ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് പ്രാക്ടീസസ് ആണ് വരുന്നത്. പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, പിന്നെ പ്രൊജക്റ്റാണ്.
പ്രൊജക്റ്റ് വിത്ത് വൈവ, അത് നിങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്ററിൽ വരുന്നു. അതിനുള്ള എൻറ്റയർ സപ്പോർട്ടൊക്കെ നമ്മുടെ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ പേപ്പേഴ്സും മാർക്കറ്റിങ്ങിലും വരുന്നത്. നിസ്സംശയം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾ നിർബന്ധമായും ഫിനാൻസ് തന്നെ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഗുണം ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 27-ാം തീയതിയാണ് വിത്തൗട്ട് ഫൈനൽ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വരുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.